നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പടിഞ്ഞാറേച്ചാൽ വയലിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പാടശേഖര സമിതി, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. ചേറാണ് ചോറ് എന്ന പേരിൽ സംഘടിപ്പിച്ച കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഉപജീവന മേഖലയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിനാണ് മഴപ്പൊലിമ. കുടുംബശ്രീ, CDSകൾ, ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സംയുക്ത പരിപാടിയായാണ് മഴപ്പൊലിമ നടപ്പിലാക്കുന്നത്. കാർഷിക സമൃദ്ധി തിരിച്ചു കൊണ്ടുവരുന്നതിന് മഴപ്പൊലിമ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അഴീക്കോട് പഞ്ചായത്തിൽ ഓരോ വാർഡിലും 20ഓളം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട്. 200ഓളം മെമ്പർമാരുള്ള സന്നദ്ധ സംഘടനയാണവ. എങ്കിലും കൃഷി ഇറക്കുന്നതിലും പരിപാലിക്കുന്നതിലും വളരെ പിറകിലാണ്. ഈ പരിപാടിയിലൂടെ ചേറാണ് ചോറ് എന്ന വാക്യത്തിന് വളരെയധികം അർത്ഥമുണ്ട്. ചെളി ചവിട്ടാൻ പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിലാണ് പുതിയ തലമുറയിലെ നമ്മൾ ചെളി പുരണ്ട ജീവിതം നയിച്ചാണ് പഴയ തലമുറ നമ്മളെ മുന്നോട്ട് നയിച്ചതെന്ന ഓർമ്മപ്പെടുത്തലും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ അജീഷ് പറഞ്ഞു. ഉള്ള സ്ഥലങ്ങൾ നമുക്ക് ഈ മേഖലയിലേക്ക് ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ അഴീക്കോട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ തരിശായി കിടക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മുടെ പ്രദേശത്ത് പരിശോധിച്ച് നോക്കിയാൽ തരിശ് നിലങ്ങളുണ്ട്. ആ തരിശ് നിലങ്ങൾ നമുക്ക് കൃഷിയിടമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് സ്വകാര്യ വ്യക്തികളുടെ നിന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഗവൺമെൻറ്റൊക്കെ ഇതിന് ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു, തരിശ് ഭൂമി കൃഷിയിടമാക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു സജീവത കുറവ് കൊണ്ടാണ് അത് ആ രീതിയിലേക്ക് വരാതിരുന്നത്. പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും ഈ മേഖലയിലേക്ക് നമ്മളല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് സമരം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു വാഹന സമരം ഉണ്ടായാൽ നമ്മൾ കേരളം പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഉൽപാദന രംഗത്ത് നമ്മുടെ സംസ്ഥാനം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അഴീക്കോട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അഴീക്കോട് തന്നെ വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. അതൊരു സംവിധാനം മാത്രം പോരാ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിന് സഹായിച്ചാൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ ഉൽപാദന രംഗത്ത് സജീവപ്പെടുത്താൻ നമുക്ക് സാധിക്കൂ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ്, കൃഷി ഓഫീസർ റമീസ, കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC ദീപ എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ പ്രീത CP, പാടശേഖര സമിതി സെക്രട്ടറി സുനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വയലിൽ നിന്നും വിവിധ കലാപരിപാടികൾ നടത്തുകയും ഞാറ് നടുകയും ചെയ്തു. കേരളം വീണ്ടും കൃഷിയെ നെഞ്ചോട് ചേർക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ കാഴ്ച നമ്മൾ കാണുമ്പോഴും ഇപ്പോൾ അഴീക്കോട് പഞ്ചായത്ത് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? ഇത് കുടുംബശ്രീയോട് കൂടി ചേർന്നിട്ടുള്ള ഒരു സംരംഭമല്ലേ? തീർച്ചയായും ഇത് നമ്മുടെ കുടുംബശ്രീ ഈ കാർഷിക മേഖലയിൽ തിരിച്ചുവരവ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. മഴപ്പൊലിമ എന്നുള്ള പേരിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇത് കാസർഗോഡ് ജില്ലക്കകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് അത് നമ്മുടെ കണ്ണൂർ ജില്ലാ മിഷൻ ഇത് ഏറ്റെടുക്കുകയും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ചേർന്ന് CDSും അതുപോലെ തന്നെ കൃഷി വകുപ്പും അതുപോലെ പാടശേഖര സമിതി, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട അനുബന്ധ ഒരുപാട് കമ്മിറ്റികളുണ്ട്, കർമ്മസമിതി. അപ്പോൾ അവരുടെയൊക്കെ സംയുക്ത നേതൃത്വത്തിലാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തത്. നമുക്കറിയാം, ഇപ്പം അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് നെൽകൃഷിയിലും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയിലും കണ്ണൂർ ബ്ലോക്കിൽ തന്നെ നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പം ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ കാതലായ ഒരു ലക്ഷ്യം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന നിലങ്ങൾ നമ്മൾ കണ്ടെത്തി അത് നമ്മൾ കൃഷിയോഗ്യമാക്കുക. നമുക്ക് ഒരുപാട് കൃഷിയോഗ്യമായ വയലുകളുണ്ട്. അപ്പം കൂടുതലായി നമ്മളുടെ ആ ഒരു പഴയ പെരുമ നിലനിർത്തുക എന്ന രീതിയിലേക്ക് പുതിയ ആൾക്കാരെയും അതുപോലെ തന്നെ വളണ്ടിയർ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക കർമ്മസേന, അങ്ങനെ കൃഷിയുമായി സഹകരിക്കാൻ സാധ്യതയുള്ള എല്ലാ ഗ്രൂപ്പുകളെയും ചേർത്തുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ തരിശ് മുക്തമാക്കുക എന്നൊരു രീതിയിലേക്ക് വരികയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭമായിട്ടുള്ള നടപടികളും ആലോചനകളും നടന്നു വരുന്നു. അപ്പം അത് വിജയത്തിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കൃഷി ഒരു ഹരമാകട്ടെ, ആ ഹരം നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാകട്ടെ. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.